കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയവുമായി എസ്എഫ്ഐ. മാടായിയും കൂത്തുപറമ്പും ഉൾപ്പെടെ എസ്എഫ്ഐ മിന്നും വിജയം നേടി. നിരവധി കോളേജുകൾ തിരിച്ചുപിടിച്ചതായി എസ്എഫ്ഐ നേതാക്കൾ പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് എസ്എഫ്ഐ നേടിയത്. സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിൽ ഭൂരിഭാഗവും എസ്എഫ്ഐ വിജയിച്ചു. തോട്ടട SN കോളേജിൽ മുഴുവൻ സീറ്റും എസ്എഫ്ഐ നേടി. കണ്ണൂർ ആകെ എസ്എഫ്ഐ തൂക്കിയെന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് ഒന്ന് വിളിച്ചറിയിച്ചേക്കണമെന്ന് KSUവിനോട് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. കണ്ണൂർ SN കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ SFI തൂക്കി എന്ന വിവരം ഈ പറഞ്ഞ കന്റോൺമെന്റ് ഹൗസിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഇവിടെ ഞെട്ടിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവുമാണ്. വിദ്യാർത്ഥികൾക്ക് കയ്യിൽ പിച്ചാത്തിപ്പിടിയും ഈ നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴിയിൽ നടക്കാത്ത വണ്ണം കേരളത്തിലെ യുവജന നേതൃത്വവും വിദ്യാർത്ഥി നേതൃത്വവും ആ കൂട്ടത്തിലുള്ള സകലമാനം മാങ്കൂട്ടത്തിൽമാരും മാറുമ്പോൾ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന 1000 വിദ്യാർത്ഥികളുടെ SFIയുടെ ഭാഗമായി ഇവിടെ കടന്നു വരുന്നു. ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. കാണേണ്ടത് രണ്ട് മുന്നണികളുടെ വ്യത്യാസങ്ങളാണ്. അവർ രാഷ്ട്രീയം പറയുന്നു, അവർ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മരിച്ചു വീഴുന്നു, തല്ലേറ്റു വാങ്ങുന്നു, RSSനെതിരെ സമരം നടത്തുന്നു. അവരുടെ പേര് SFI എന്നാകുന്നു. അവരിതാ 1000 വിദ്യാർത്ഥികളുടെ സമ്മതാധികാരം വാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ നേരെ മറിച്ചപ്പുറത്തോ കോട്ടിട്ട ചാനൽ മുറികളിൽ ശീതീകരിച്ച റൂമിൽ മാത്രം ഇരുന്ന് വിദ്യാർത്ഥികളുടെ പൾസ് എന്തെന്നറിയാതെ ജനങ്ങൾ എന്തെന്നറിയാത്ത ചില അടവിരിച്ചെടുത്ത നേതാക്കന്മാരുള്ളവരുടെ ഭാഗധേയം ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ പുതിയ ക്ലിപ്പുകൾ, ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ. പറയാനുള്ളത് ഇത്ര മാത്രമാണ്. വരുന്ന കേരളം, ഭാവി കേരളം ഇടതോരമാണെന്നൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതായി കണ്ണൂർ SN കോളേജിലെ വിജയം മാറി. പെരിങ്ങോം ഗവൺമെന്റ് കോളേജിൽ മുഴുവൻ സീറ്റിലും എസ്എഫ്ഐ വിജയിച്ചു. പയ്യന്നൂർ കോളേജിലും എസ്എഫ്ഐ ആധിപത്യം സ്ഥാപിച്ചു. ശ്രീകണ്ഠപുരം SCS കോളേജിൽ 20ൽ 20 സീറ്റും നേടിയാണ് എസ്എഫ്ഐ വിജയക്കൊടി പാറിച്ചത്. മാടായി കോളേജ് തിരിച്ചുപിടിച്ചാണ് എസ്എഫ്ഐ മറ്റൊരു വിജയം നേടിയത്. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലും വൻ വിജയം എസ്എഫ്ഐ നേടി. ചെയർമാൻ ഉൾപ്പെടെ മുഴുവൻ സീറ്റിലും എസ്എഫ്ഐയാണ് വിജയിച്ചത്. 3 വർഷത്തിന് ശേഷം പൈസക്കരി ദേവമാതാ കോളേജും എസ്എഫ്ഐ തിരിച്ചുപിടിച്ചു. 10ൽ 3 മേജർ സീറ്റ് ഉൾപ്പെടെ 6 സീറ്റുകൾ നേടിയാണ് എസ്എഫ്ഐ വിജയിച്ചത്. ചെറുപുഴ നവജ്യോതി കോളേജിൽ 14 വർഷത്തിന് ശേഷം എസ്എഫ്ഐ യൂണിയൻ തിരിച്ചുപിടിച്ചു. ചെണ്ടിയാടി MG കോളേജിലും എസ്എഫ്ഐയാണ് വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.